ശ്രീ സക്കറിയ ജോർജ്, ഇത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത്. ഇത് നോക്കൂ, ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തെ ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മരിച്ച സമയത്തൊക്കെ കേൾക്കുമ്പോൾ പറഞ്ഞ് കേട്ടതിലൊക്കെയാണ് ഈ തരത്തിലുള്ള മൂന്നാം മുറകളൊക്കെ കേട്ടിട്ടുള്ളത്. 15 തവണ കാലിനടിയിൽ അടിക്കുക, അതിനുശേഷം ചാടാൻ പറയുക, അങ്ങനെ 3 സെറ്റ് ആവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ വല്ല കലാരൂപവുമാണോ? ഇത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ 2 ആസ്പെക്ട്സ് ആണ് നോക്കേണ്ടത്. ഒന്ന്, ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി, അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 18 ഡിസംബർ 1996 സുപ്രീം കോടതിയുടെ DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിനകത്ത് വിധിയുണ്ട്. അവിടെ മനുഷ്യാവകാശം എങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിധിയും മുഖ്യമന്ത്രിയുടെ അതിനോട് ചേർന്നുള്ള 10 കൽപ്പനകളും പോലീസ് സ്റ്റേഷനിൽ കോമൺ പ്ലേസിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെപ്പറ്റി ഉള്ള ഒരു ബോധവൽക്കരണത്തിനെ പറ്റിയും പോലീസ് ഈ രാജ്യത്തെ നിയമത്തെ ആദരിച്ചുകൊണ്ട് ജോലി ചെയ്യാനുമുള്ള ഒരു ഇനിഷ്യേറ്റീവായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ ആൾക്കാർക്ക് സുപ്രീം കോടതിയെ വിധിയെ വെല്ലുവിളിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. ഇപ്പം നമുക്കിവിടെ താഴേക്കടയിലൊന്നും ചെയ്യില്ല. ആരെങ്കിലും ഉന്നതനായ ഒരു ജഡ്ജ് ഇത് സുവമോട്ടോ എടുത്ത് ഇതിനകത്ത് ചോദിച്ചാൽ, എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ, ഇന്നലെ ഇത്തരത്തിൽ പറഞ്ഞ DIGയുടെയൊക്കെ രീതിയൊക്കെ അങ്ങ് മാറും. കാരണം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ആയിക്കോട്ടെ, ഏത് പബ്ലിക് അതോറിറ്റി ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 141, 142, 144 പ്രകാരം, ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് പ്രകാരം സുപ്രീം കോടതിയുടെ വിധികൾ അൺഡിസ്പ്യൂട്ടഡ് സെറ്റിൽഡ് ലോ ആണ്. അത് രാജ്യത്തെ നിയമമാണ്. അതുപോലെ അനുസരിക്കേണ്ടതാണ്. 78 വർഷത്തെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ എന്നിട്ട് ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളാണ് എങ്കിൽ നമുക്കതിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു സത്യമാണ്. മേൽശാന്തിയായ സുജിത്തിന് പോലീസ് തീരുമാനിച്ച് നിത്യശാന്തി കൊടുക്കാനാണ് ശ്രമമെങ്കിൽ ഹാ കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ജനം ചോദിക്കണം. ഹാ കഷ്ടം, മേൽശാന്തിക്ക് നിത്യശാന്തിയാണോ എന്ന് ചോദിക്കണം. പക്ഷേ ഇത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. എന്നാൽ അതേ സമയം തന്നെ CRPCക്കകത്ത്, അതായത് ഇപ്പോഴത്തെ BNSSനകത്തും അറസ്റ്റിനകത്ത് 36 മുതൽ 61 സെക്ഷൻ വരെ 35 മുതൽ 61 വരെ ഉള്ളതിനകത്ത് പറയുന്നുണ്ട് പോലീസിൻ്റെ അറസ്റ്റ് സംബന്ധിച്ചുള്ള അധികാരങ്ങൾ. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അമ്മയെ വെട്ടിക്കൊന്നവനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയെ വെട്ടിക്കൊന്നവനെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പം പോലീസുകാരെ കുത്തിക്കൊന്നവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് പിന്നെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. മിക്കവരും ഗുണ്ടകളൊക്കെ കത്തിയും വടിവാളും ഒക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴും പലയിടത്തും തോക്കുമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പോലീസിന് ചിലപ്പോൾ യൂസ് ഓഫ് ഫോഴ്സ് വേണ്ടി വരും. അതിനെ സുപ്രീം കോടതി ന്യായീകരിച്ചിട്ടുണ്ട് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്മെൻറ്റ് വഴി. അതിൽ പറയുന്നത് പോലീസ് ക്യാൻ ഓഫ് കോഴ്സ് യൂസ് ഫോഴ്സ് ടു quell എ റൈറ്റ് or in self-defense, but the nature and extent of the force to be used under such circumstances had to be controlled within the legal limits of necessity and justifiability. അപ്പം തീർച്ചയായിട്ടും ജസ്റ്റിഫൈഡ് ബൈ ലോ ആയിരിക്കണം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് വെച്ച് ഇടിക്കുന്നതിന് അതിന് യാതൊരു ജസ്റ്റിഫയബിലിറ്റിയും ഇല്ല. അത് ഇല്ലീഗലാണ്. കാരണം ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. 2003 മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ ഒരു സെമിനാറുണ്ട്. അത് പോലീസിനും ഫോറസ്റ്റിനും പിന്നെ എക്സൈസിനും പിന്നെ അതുപോലെ തന്നെ പ്രിസണും എല്ലാം വേണ്ടി കൊടുത്ത ഒരു കോഴ്സായിരുന്നു. അതിനകത്ത് പറഞ്ഞ ഏറ്റവും വലിയ മഹത്തരമായ വാക്കാണ് അത് പറഞ്ഞത്, ദ കസ്റ്റോഡിയൻ ഷുഡ് പ്രൊട്ടക്ട് ദ കസ്റ്റഡി. ആരാണോ കസ്റ്റഡിയിൽ എടുക്കപ്പെടുന്നത് അവരെ കസ്റ്റോഡിയൻ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സംരക്ഷിക്കണം. അവരുടെ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരാണ് അതിന് ഉത്തരവാദി. അപ്പോൾ ഈ ഇടികൾക്ക് അന്നത്തെ എൻക്വയറിയിൽ കോസി ജുഡീഷ്യലാണെന്നൊക്കെ ഇന്നലെ DIG പറഞ്ഞു. അതിൻ്റെ മഹത്തരമായ കുറേ വാക്കുകളൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല. സുപ്രീം കോടതി വിധിയെ ശിരസ വഹിച്ചുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. കാര്യം മെഹർ സിംഗ് വേഴ്സസ് ഡൽഹി പോലീസ് കമ്മീഷൻ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മോറൽ ടർപ്പിറ്റ്യൂഡ് കേസിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പിരിച്ചുവിടാം. അതുപോലെ തന്നെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ വിധിയുണ്ട്,
disciplined police force can ill afford criminals in their ranks. അപ്പം ഇതിനകത്ത് ക്രിമിനൽസിനെ അഫോർഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അവരെ പുറത്താക്കണം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എത്രയോ ചെറുപ്പക്കാർ ജോലി തന്നെയല്ല, ക്രിമിനലുകളെ നേരിടാൻ കൂട്ടത്തിൽ മികച്ച ക്രിമിനലുകളെ പോലീസ് യൂണിഫോം ഇടിക്കുക എന്ന് പറയുന്നതല്ലോ നയം. ഇപ്പൊ അങ്ങ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ശ്രീ സെക്രട്ടറി ജോർജ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഈ പോലീസുകാർക്ക് അവരുടെ ബലം പ്രയോഗിക്കാം, ശരിയാണ്. പക്ഷേ ഇന്നലത്തെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ആട്ടിൻകുഞ്ഞിനെ ചെവിക്ക് പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോവുകയാണ്. മനുഷ്യ അന്തസ് എന്നൊക്കെ പറയുന്നതിനെ റെസ്പെക്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിയണമല്ലോ. ഒരു മനുഷ്യന്റെ വസ്ത്രം വലിച്ചു കീറി കളയുമ്പോൾ അവന്റെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ഒക്കെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലാതാക്കുന്നത്. എന്നിട്ട് കൂട്ടം കൂടി വരുന്ന ആൾക്കും പോകുന്ന ആൾക്കും ഒക്കെ കൈവെക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ നിസ്സഹായനായി പെരുമാറുകയാണ്. തിരിച്ചൊന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക, തല്ലുക, ഇടിക്കുക, കൈമുട്ടുകൊണ്ട് പുറത്തിനിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ കാണാത്ത പീഡനങ്ങളെല്ലാം ഈ നിലയ്ക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾക്ക് പോലീസിന് അധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാധ്യതകൾ എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അധികാരം പ്രയോഗിക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്ത രീതിയിൽ അത് ദുരുപയോഗം ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തത്.